നമസ്കാരം. കേരളത്തിലെ സ്കൂൾ കലോത്സവങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒരു വലിയ വിളിച്ചോതലാണ്. ഒരുമയുടെ ഒരു വലിയ വിളിച്ച് ഓതിയ ആളുകൾ അവിടേക്ക് എത്തുകയാണ് എല്ലാ അർത്ഥത്തിലും. മറ്റെല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയവും മതവുമൊക്കെ കാണുന്ന ഒരു സമൂഹം പലപ്പോഴും അതിൽ മിക്കപ്പോഴും ചിലയിടങ്ങളിൽ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മാറ്റി വെച്ചാൽ തന്നെയും എല്ലാ കാലത്തും അതിൻ്റെ പ്രാതിനിധ്യം കൊണ്ട്, പ്രവർത്തനക്ഷമത എന്ന് ഉദ്ദേശിക്കുന്നത് പരിപാടികളുടെ അതിലെ കലാപരിപാടികളുടെ നിലവാരത്തെക്കുറിച്ച് മാത്രമല്ല, അത്തരമൊരു മേള നടത്തുന്നതിൽ എല്ലാം കൊണ്ടും ബൃഹത്തായ ഒരു മേള നടത്തുന്നതിൽ എല്ലാ പരിമിതികളും, സാങ്കേതികമായതടക്കമുള്ള പരിമിതികൾ അതിജീവിച്ചുകൊണ്ട് അതിനെ നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ മേഖലയിലും വലിയ പ്രതിഭകളെ സമ്മാനിച്ച ഒരു നേരത്തെ പറഞ്ഞ ഉത്സവം തന്നെയാണിത്. അതിനേക്കാൾ ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പ്രത്യേകിച്ചും 2000-ന് ശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ 2000-ന് ശേഷം, പ്രത്യേകിച്ചും ഈ 2020-ന് ശേഷം, അല്ലെങ്കിൽ 2015-16 സാമൂഹ്യ മാധ്യമങ്ങളിലും വാട്സപ്പിനുമൊക്കെ വരവോടുകൂടി വളരെ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ അതിനുശേഷം പ്രത്യേകിച്ച് കൂടുതലായും പ്രേക്ഷകരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ശ്രോതാക്കളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടം കലാരൂപങ്ങളുണ്ട്. അവയ്ക്കെല്ലാം ആളുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇത്തരം മേളകളുടെ, ഈ കേരളത്തിലെ സ്കൂൾ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതിൽ കഥാപ്രസംഗമുണ്ട്, മോണോ ആക്റ്റുണ്ട്, നൃത്തരൂപങ്ങളുണ്ട്. ഇതിൽ പലതിനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘട്ടത്തിലാണെങ്കിൽ ഇതൊന്നും തീരെ കാഴ്ചക്കാരില്ലാതെ പോകുന്ന, നേരത്തെ കേൾവിക്കാരില്ലാതെ പോകുന്ന കലാരൂപങ്ങളാണ്. ഉത്സവപ്പറമ്പുകളിൽ ഗാനമേളകൾ മാത്രമാവുകയും മിമിക്രി കോമഡി ഷോകൾ മാത്രമാവുകയും, ആ കോമഡി ഷോകളിൽ പോലും വാട്സപ്പിലൂടെ ആളുകൾ കണ്ടിട്ട് പെട്ടെന്ന് നവീകരിക്കാൻ കഴിയാതെ കോമഡി ഷോയ്ക്ക് പോലും ആളുകളില്ലാതെയാവുന്ന ഒരവസ്ഥയാണ്. കോമഡി ഷോയ്ക്ക് പോലും എന്ന് പറയാൻ കാരണം, കോമഡി ഷോ ഏറ്റവും ജനകീയമാണ് എന്നുള്ളതുകൊണ്ടാണ്. കോമഡി ഷോയും ഗാനമേളയും ഏറ്റവും ജനകീയമാണ് എന്നുള്ളതാണ്. സാധാരണക്കാരനും വളരെ പെട്ടെന്ന് ആസ്വദിക്കാൻ കഴിയുന്ന കലാരൂപങ്ങളാണ് എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ മേന്മ കുറച്ചതുകൊണ്ടോ മറ്റുള്ളവരെ മേന്മ കൂടിയതുകൊണ്ടോ എന്നുള്ള അർത്ഥത്തിൽ അത്തരം കലാരൂപം. കാരണം നമ്മളൊരു വീട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഒരു കോമഡി സ്കിറ്റ് കാണുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു, ഇന്നലെ ഞാൻ വൈകുന്നേരം ട്രെയിനിൽ വരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം രീതിയിൽ അനുനിമിഷം നവീകരിക്കപ്പെട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ കലാരൂപങ്ങളെല്ലാം കടന്നു പോകുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരം കലാരൂപങ്ങൾക്ക് താരതമ്യേന കാഴ്ചക്കാർ കുറവാണ്, കേൾവിക്കാർ കുറവാണ്. നമ്മൾ മറ്റൊരു വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു, 3 മണിക്കൂറും 5 പാട്ടും എന്നുള്ളത് വളരെ വലിയ ദൈർഘ്യമായി മാറുകയും നമ്മൾ അതിലേക്ക് അപ്പോൾ വീണ്ടും കടക്കുന്നില്ല. ആ യൂട്യൂബ് റിവ്യൂ മാത്രം കണ്ട് ആളുകൾ തിയേറ്ററിൽ പോയി കാശ് മുതലാക്കി കാണേണ്ടതുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ മാത്രം ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നൊരു കാലഘട്ടത്തിൽ ഇത്തരം കലാരൂപങ്ങൾക്ക് ആസ്വാദകർ ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരം കലാരൂപങ്ങൾക്ക് വലിയൊരു പൈതൃകം അവകാശപ്പെടുന്നുണ്ട്. അനുകരണം എന്ന കലയിലൂടെ കലാലോകത്ത് എത്തിയ ഒരുപാട് ആളുകളുണ്ട്. ശബ്ദത്തിൻ്റെ അനന്തമായ സാധ്യതകൾ ഉപയോഗിക്കുന്ന ഒരു കല. അതുപോലെ തന്നെ കഥാപ്രസംഗം. മുമ്പ് പല വീഡിയോകൾ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. കേരളത്തിലെ നാട്യപുറങ്ങളിൽ നിരക്ഷരായ ആളുകളിലേക്ക് പോലും വിശ്വോത്തര കൃതികൾ എത്തിയിരുന്നത് ശ്രീ സാംബശിവൻ്റെ പോലെയുള്ളവരുടെ കഥാപ്രസംഗങ്ങളിലൂടെ ആയിരുന്നുവെന്ന് ശ്രീ മുകേഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നാടകങ്ങൾക്ക് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പുരോഗതിയിൽ തന്നെ വളരെ വിപ്ലവാത്മകമായ ഒരു പങ്ക് വഹിക്കുന്നു. ഏതാണ്ട് ഒരു 5-6 പതിറ്റാണ്ട് അത്തരം രൂപങ്ങൾക്കെല്ലാം, കൊല്ലം പോലെയുള്ള ഇടങ്ങളിലെല്ലാം നാടകങ്ങൾക്ക് ഇപ്പോഴും ഒരു പരിധിവരെയെങ്കിലും ആളുകളുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാലും അത്തരം കലാരൂപങ്ങൾക്ക് ആരാധകർക്ക് എത്താൻ കഴിയുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കഷ്ടപ്പെട്ട് ആളുകളെ പിടിച്ച് ഒരു കലയെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും, ആളുകളെ നിർബന്ധിച്ച് കാണിക്കാൻ കഴിയില്ല. മുമ്പ് ഒരു വീഡിയോ പറഞ്ഞതുപോലെ കഥകളി എന്ന കലയോട് എനിക്ക് വളരെ ബഹുമാനമുണ്ട്. പക്ഷേ
അത് ആസ്വദിക്കാനുള്ളൊരു ഭൗതികമോ കലാപരമായ ഔന്നത്യം എനിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും അത് കാണാറില്ല എന്നുള്ളതാണ് സത്യം. വളരെ സൂക്ഷ്മമായി, വളരെ ശാസ്ത്രീയമായി, വളരെ ആഴത്തിൽ നോക്കിക്കാണ്ട ഒരു കലയാണ്. അത് ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ആ കലയോട് വളരെയധികം താല്പര്യമുള്ളവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അത്തരം കലകളുള്ള ഒരു ഒട്ടനവധി കലാരൂപങ്ങളുണ്ട്. എന്നാൽ ഇത്തരം കലാരൂപങ്ങൾക്ക് പോലും കഥകളെ പോലുള്ള ചുരുക്കം ചെയ്ത് മാറ്റിയത്തിൽ മറ്റെല്ലാ കലാരൂപങ്ങൾക്കും വലിയ രീതിയിലുള്ളൊരു പ്രേക്ഷക പിന്തുണ ഇത്തരം കായികമേളകൾ കിട്ടുന്നുണ്ട്. അതുതന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത ഉപയോഗപ്പെട്ടത്. എങ്ങനെ ഇത്തരം ഇത്തരം സ്കൂൾ മേളകളെ കുറ്റമറ്റതാക്കി നമുക്ക് മാറ്റാം? കുറ്റമറ്റതാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ അർത്ഥം അവരിൽ മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അനാരോഗ്യകരമായ പ്രവണതകൾ, അതിലുപയോഗിക്കുന്ന ചിലവായാലും അതിൽ അനാരോഗ്യ മത്സര പ്രവണതകളായാലും എല്ലാം ഇപ്പോൾ തന്നെ വലിയ ഭീഷണി സൃഷ്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ പലപ്പോഴും ഓണാക്ട് പോലെയുള്ള വേദികൾ, കല പലപ്പോഴും സിനിമയിലേക്കുള്ളൊരു ഓണാക്ട് നൃത്തമൊക്കെ സിനിമയിലേക്കുള്ള ചവിട്ടുപടിയെ മാത്രം കാണുന്ന ഒരു അവസ്ഥയ്ക്ക് നിലനിൽക്കുമ്പോൾ, അത് കുറച്ച് പതിറ്റാണ്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അത്ര ഒരു ഘട്ടത്തിൽ കുറ്റമറ്റതാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ മത്സരക്ഷമത ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മത്സര ചിന്ത വളർത്തുക എന്നുള്ളതാണ്. ഏറ്റവും മികച്ച രീതിയിലുള്ള നിരൂപണങ്ങളും ഏറ്റവും മികച്ച രീതിയിലുള്ള വിശകലനം ഉറപ്പുവരുത്തുന്നതാണ്. സർക്കാർ തലത്തിൽ ഔദ്യോഗികമായ ഒരു ചാനലിലൂടെ അതിനെ സംപ്രേഷണം ചെയ്യുക എന്നുള്ളത്. നമ്മൾ മറ്റ് പല കാര്യങ്ങളും ഇതേ ആശയം നമ്മൾ ഉന്നയിച്ചിരുന്നു. നേരിട്ട് സർക്കാർ തലത്തിൽ ഉണ്ടാവേണ്ട കായിക മേഖലകളിൽ ഉണ്ടാവേണ്ട ഇടപെടലുകളെക്കുറിച്ച് സംസാരിച്ചു പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇത്തരം മത്സരം കഥാപ്രസംഗം ആവാം, മോണോആക്ട് ആവാം, നൃത്തം, ഇത്തരം മത്സരങ്ങളിൽ കൂടുതൽ ശാസ്ത്രീയമായ വിശകലനം, ശാസ്ത്രീയമായ ജഡ്ജ്മെൻറ്റുകളിലൂടെ TV ചാനലുകളിലൂടെ നിരന്തരം പ്രദർശിപ്പിക്കുന്നതിലൂടെ ഒരു മറ്റു രീതിയിലുള്ള മത്സരക്ഷമത മത്സരങ്ങൾ അവിടെ ഒഴിവാകുകയാണ് എന്നുള്ളതാണ് യഥാർത്ഥ സംഭവിക്കുന്നത്. പുരസ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം എന്ന ഒഴിവായി ലോകത്ത് എല്ലായിടത്തേക്കും ഇത് എത്തുന്നു. ചാനലുകളിൽ സർക്കാർ ഔദ്യോഗികമായി നിയോഗിച്ച ആളുകൾ, ഏറ്റവും മികച്ച കഥാപ്രസംഗക്കാരനും ഏറ്റവും മികച്ച നർത്തകിയും ഏറ്റവും മികച്ച അത്തരം ആൾ, ഏറ്റവും മികച്ച കഥകളി നടനും നടിയുമെല്ലാം ഇത് വിശകലനം ചെയ്യാൻ എത്തുന്നു എന്ന് പറയുമ്പോൾ, ഒരു ചലച്ചിത്ര റിവ്യൂ പോലെ തുടർച്ചയായി ഇത്തരം മത്സരങ്ങളെ വിലയിരുത്തുമെന്ന് വരുമ്പോൾ പ്രവർത്തനക്ഷമത നിലവാരം ഉയർത്തേണ്ടതിനെക്കുറിച്ച് ആളുകളുടെ ചർച്ച, അല്ലെങ്കിൽ അത്തരം ചർച്ചകളിലേക്ക് ഇത്തരം മത്സരങ്ങൾ കടന്നു. സ്കൂളുകൾ തമ്മിലുള്ള മത്സരമായി, പരിശീലകർ തമ്മിലുള്ള മത്സരമായി, വ്യക്തികൾ തമ്മിലുള്ള മത്സരമായത് മാറാതെ പ്രവർത്തന നിലവാരം ഉയർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിലേക്ക് അത് ചെല്ലുന്നു. ഏതെങ്കിലും സിനിമാ സംവിധായകൻ ഈ മത്സരം കാണാൻ വരുമോ എന്ന് പ്രതീക്ഷിച്ച് കാണുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് വിട്ടുമാറി ഏറ്റവും മികച്ച നിരൂപണങ്ങൾ, ഏറ്റവും മികച്ച വിശകലനങ്ങൾ വരേണ്ടിയിരിക്കും. കാരണം വിശകലനങ്ങളും നിരൂപണങ്ങളും ഇല്ലാതെയായി പോകുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. കാശുള്ള ആർക്കും മാധ്യമം തുടങ്ങാം, കാശുള്ള ആർക്കും മാധ്യമപ്രവർത്തകർ, ക്യാമറയുള്ള ആർക്കും മാധ്യമപ്രവർത്തകർ ആവാം എന്നുള്ളൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ശക്തമായ, സുതാര്യമായ, നിഷ്പക്ഷമായ വിശകലനങ്ങൾ, നിരൂപണങ്ങൾ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു. അത്തരമൊരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് നമ്മൾ വിശകലനം ചെയ്യും? എങ്ങനെ നമുക്കിത് സാധ്യമാകും, എങ്ങനെ നമുക്കിത് സാധിക്കാം എന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്യേണ്ടി. കാരണം നേരത്തെ പറഞ്ഞത് ഇത് കൂടുതൽ മത്സരബുദ്ധി ഉണ്ടാക്കാനുള്ള സാഹചര്യം, ആ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്നത് വളരെ ശാസ്ത്രീയമായ വിശകലനമാണ് എന്ന് മത്സരാർത്ഥികളെ ബോധിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ തന്നെ എത്താൻ കഴിയുന്നത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ. കാരണം പലപ്പോഴും കഥാപ്രസംഗവും മോണോആക്റ്റും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും കാണുകയായിട്ട്. സംഗീതവും സാഹിത്യവും വിമർശിക്കാനുള്ള ഒരു സഞ്ജയനും കുട്ടികൃഷ്ണമാരും കുഞ്ഞുണ്ണി മാഷെല്ലാം ചേരുന്നൊരു വിമർശന ബുദ്ധിയുമെല്ലാം ചേരേണ്ട ഒരു കലയാണ്. ഒരു കാർട്ടൂണിസ്റ്റും സാഹിത്യകാരനും പത്രപ്രവർത്തകനും ഭരണാധികാരിയും എല്ലാം ചേരേണ്ടതാണ് കഥാപ്രസംഗം. ഒരുപക്ഷെ ചാക്യാർകൂത്ത് പോലെ, ഓട്ടംതുള്ളൽ പോലെ സമൂഹത്തെ വിമർശനാത്മകതയിൽ നോക്കിക്കാണേണ്ട കലാരൂപം. അത് പലപ്പോഴും അത്തരം രീതിയിലേക്ക് കടക്കാറുണ്ട്.
അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും നേരിട്ട് സ്പർശിക്കുന്ന വിഷയങ്ങളിലേക്ക് എത്താറില്ല. അതിന് പലതരം കാരണങ്ങളുണ്ടാവാം. അപ്പോൾ അത്തരം വിഷയങ്ങൾ നമുക്ക് കടക്കാൻ കഴിയില്ല. തീർച്ചയായും ആധികാരികമായ ഔദ്യോഗികമായ നിരൂപണം ഒരു വിശകലനം ഉണ്ടാവുന്നു എന്നുള്ളത് തീർച്ചയായും പ്രവർത്തന മികവ് ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരമൊരു ചിന്തകളിലേക്കാണ്, അത്തരമൊരു ചർച്ചകളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. എത്രമാത്രം നമ്മുടെ കലകളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നതോടൊപ്പം എത്രമാത്രം ആ കലകളെ മികച്ചതാക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. കലകളെ ജനകീയമാക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മറ്റൊരു വീഡിയോ പറഞ്ഞ പോലെ ടെസ്റ്റ് ക്രിക്കറ്റിനെ ജനകീയമാക്കാൻ ടെസ്റ്റ് മത്സരങ്ങളുടെ ദിവസം കുറയ്ക്കുകയല്ല, 2020 കളിക്കാരിലെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് പോലെ, എന്ന് ചിന്തിക്കുന്നത് പോലെ ജനകീയമാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കേണ്ടത്. കൂടുതൽ വിപുലമാക്കുക, കൂടുതൽ വിശാലമാക്കുക, കൂടുതൽ മികച്ചതാക്കുക, കൂടുതൽ തെളിവാർന്നതാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ജനകീയമാക്കുക എന്നുള്ളതിന് പേരിൽ വെട്ടിച്ചുരുക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അപജയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ വിശകലനവും നിരൂപണവും ഔദ്യോഗികത്തിൽ സർക്കാർ ഉറപ്പുവരുത്തുന്നു, സർക്കാർ സംപ്രേഷണം ഉറപ്പുവരുത്തുന്നു, ഒരു ചാനലിലൂടെയോ എല്ലാം തീർച്ചയായും വലിയ മാറ്റം അത് വരുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് അത്തരം ചിന്തകളിലേക്ക്, അത്തരം ചർച്ചകളിലേക്ക് പോകാം, വിവാദങ്ങളിലേക്ക് പോകാം.